എന്റെ ജീവിതം. രാവിലെ തന്നെ പത്രം വന്നു. ഭാഗ്യം എടുത്തു വച്ചേക്ക്, എന്തേലും പൊതിഞ്ഞോണ്ട് പോവാ. കാച്ചിക്കോ? പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. സാറിനെ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി എനിക്കതിന് കഴിയില്ല. സാർ ഇനി എന്നെ കാണാൻ വരരുത്. ഒരാന കുത്താൻ വന്നാലോ? തുമ്പിക്കൈ മിണ്ടരുത്. നീ പറ. ഓടും എന്ന് പറയണമായിരിക്കും. അവന്റെ ഒരു ആനയും പട്ടി മക്കളും കൊച്ചന്മാരും കൂടെ അയക്കൂ. ഞാൻ വേണേ വലുതാലം വെച്ച് തുടങ്ങിത്തരാം. മോശം പറയുമല്ലോ, നല്ല ബെസ്റ്റ് അടി. അച്ഛാ, സർവ്വ പണി അറിയുന്ന ഒരുത്തനെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിയമിച്ചോട്ടെ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. ട്രൈ എന്റെ ട്രൈ കണ്ട അവള് വീണു. എടാ, ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊല്ലാതെ ഞാൻ പോവില്ല. എനിക്ക് ചോര വേണം, പണിക്ക് ചോര വേണം. ചോര വേടാ. നിനക്കിടിക്കണാന്ന് ഇടിച്ചു പൊളിക്കണ പന്നീന. താൻ എന്തിനാ എന്നെ തല്ലിയത്? നോ റീസൺ. ഞാൻ വിചാരിച്ചേ എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. റോബോട്ട് പോയോടുകൂടി ഡോണയും സേവിയറും കട ഒതുങ്ങി. അന്ന് കാർണിവലിന് നടന്ന പോലത്തെ അടി പിന്നെ കൊച്ചിക്കാരും കണ്ടിട്ടില്ല. ഓർക്കുമ്പോ തന്നെ രോമാഞ്ചമാണ്. ഇതിപ്പോ കുറച്ചു ദിവസമായില്ലേ, ഇനിയിപ്പോ റോബോട്ടേട്ടെ തിരിച്ചു വരുമോ? അവൻ വരുമല്ലോന്നും എനിക്കറിയില്ല. പക്ഷെ അവര് മൂന്നുപേരും ഒന്നിച്ച കൂട്ടത്തിലൊരുത്തവണ തൊട്ടതിന്റെ പേരിൽ കൊച്ചിൻ കാർണിവലിൽ നിർത്തിച്ച ടീംസാ ഇപ്പൊ അവന്റെ ഒക്കെ കുടുംബത്തിൽ കയറിയ പണിതേക്കണേ. ഓരോന്നിനെ എണ്ണി പൊക്കിയിരിക്കും.